വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഹേ ഗായ്സ്, നമ്മളുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഫ്യൂച്ചർ മൂവീസ് ഏതൊക്കെയാണ് ആൻഡ് കൺഫേം ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ മൂവീസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എൻഡ് ഗെയിമിന് ശേഷം നമ്മളുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തേർഡ് ഫേസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഫോർത്ത് ഫേസിലേക്ക് അവർ കടക്കുകയാണ്. ആൻഡ് ഫോർത്ത് ഫേസിൽ വന്ന ഫസ്റ്റ് മൂവി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ആൻഡ് നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതീക്ഷയുള്ളൊരു മൂവിയും കൂടെയാണ്. ആൻഡ് നമ്മുടെ എൻ ഗെയിമിലുള്ള ഒരുപാട് സ്പോയിലേഴ്സ് ഈ മൂവിക്കകത്ത് ഉണ്ടായിരുന്നു. കാരണം ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാനൊക്കെ ജീവനോടുണ്ട്, അതുപോലെ നമ്മുടെ നിക് ഫ്യൂരി, മറിയ ഹെല്ലാം ജീവനോടെ നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ കഴിഞ്ഞു. ആൻഡ് അത് തന്നെ ഒരുപാട് സ്പോയിലേഴ്സ് ഈ മൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ മൂവിക്ക് ഇത്രയും പ്രത്യേകത ഉണ്ടാവാൻ കാരണം തന്നെ ഇതിന്റെ വില്ലനായ മിസ്റ്റീരിയോ ആണ്. ആൻഡ് അദ്ദേഹം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വില്ലൻ എന്ന് പറയാം, സ്പൈഡർമാൻ്റെ ഉള്ള ഒരു മോസ്റ്റ് പവർഫുൾ വില്ലനാണെന്ന് പറയാം. ആൻഡ് അദ്ദേഹവും ഇതിൻ്റെ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സ്പൈഡർമാൻ ഒരു ട്രയോളജി ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ആദ്യം വന്ന ഹോം കമ്മിങ്, ഇപ്പോൾ ഫാർ ഫ്രം ഹോം, ഇനി അടുത്ത ഒരു പാർട്ടും കൂടെ തീർച്ചയായിട്ടും വരും എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ തേർഡ് പാർട്ടിൽ മിക്കവാറും സിനിസ്റ്റർ 6 ഫോം ചെയ്യും എന്നും പറയുന്നുണ്ട്. നമ്മുടെ മിസ്റ്റീരിയോ ആയിരിക്കും അത് ഫോം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. എന്തായാലും മിസ്റ്റീരിയോ എന്ന വില്ലനെ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ്, അതായത് ഫാർ ഫ്രം ഹോം മൂവിക്കകത്ത് തന്നെ നശിപ്പിക്കത്തില്ല. കാരണം അത് ചെയ്യുന്ന ഒരു വലിയ ആക്ടറാണ്. ആൻഡ് അദ്ദേഹത്തിന് വലിയൊരു ഫേസ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ തേർഡ് പാർട്ട് വരികയാണെങ്കിൽ നമ്മളുടെ മിസ്റ്റീരിയോ സിനിസ്റ്റർ 6 എന്നൊരു വില്ലന്മാരുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്പൈഡർമാനെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന് ശേഷം നോക്കുകയാണെങ്കിൽ 2019 എല്ലാ മൂവീസും മാവലിന്റെ തീരും. കാരണം അവരിപ്പോൾ ഒരു വർഷത്തിൽ 3 മൂവീസ് വെച്ചേ വിടത്തുള്ളൂ എന്നാണ് റിലീസ് ചെയ്യത്തുള്ളൂ എന്നാണ് മാർവൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 2020 അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫീമെയിൽ ലീഡ് മൂവി ആയിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ മാർവലാണ് നമ്മുടെ മാർവലിൽ നിന്ന് വന്ന ഫസ്റ്റ് ഫീമെയിൽ ലീഡ് മൂവി. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് വിഡോ എന്നൊരു ഫീമെയിൽ ലീഡ് മൂവി വരാൻ പോവുകയാണ്. നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ ഒറിജിൻ പറയുന്ന ഒരു കഥയായിരിക്കും. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു പ്രീക്വലാണ്, അതായത് ബ്ലാക്ക് വിഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് ഈ കഥ പറയാൻ പോകുന്നത്. ആൻഡ് ഒരുപാട് പേര് നമ്മുടെ ഹോക്കായിക്ക് ഒരു ഇൻഡിവിജ്വൽ മൂവി വരുമോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹോക്കായുടെയും സ്റ്റോറി നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ മൂവിക്കകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ തിക് ഫ്രണ്ട്സ് ആയിട്ടാണ് മൂവിക്കകത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മളെ ഹോക്കായുടെ ഫാമിലി ആയിട്ട് നമ്മുടെ ബ്ലാക്ക് വിഡോ അങ്ങനെ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഹോക്കായ്ക്കും നമ്മുടെ ബ്ലാക്ക് വിഡോ മൂവിക്കകത്ത് വലിയൊരു റോൾ ഉണ്ടാവും. ആൻഡ് അതിനുശേഷം ഇതിൻ്റെ അകത്ത് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് വില്ലനായിട്ട് വരുന്നത് പറയുന്നു. അദ്ദേഹം നോക്കിയാൽ നമ്മുടെ സ്പൈഡർമാൻ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വില്ലനായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ടാസ്ക് മാസ്റ്റർ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ എന്താ പറയുക, നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ സ്റ്റെപ്പും അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ കഴിയും എന്ന പവർഫുൾ ആയ ഒരു വില്ലനാണ് ടാസ്ക് മാസ്റ്റർ. ആൻഡ് അതിനുശേഷം വരാൻ പോകുന്ന മൂവി, ബ്ലാക്ക് വിഡോയ്ക്ക് ശേഷം വരാൻ പോകുന്ന മൂവി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ദ എറ്റർണൽസ്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമ്മളെ മാർവൽ ഡൈഹാർഡ് ഫാൻസിന് മാത്രം അറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സാണ് എറ്റർണൽസ്. നോക്കുകയാണെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഡിൻ ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുന്ന ഒരു കഥയാണ് എറ്റർണൽസ് പറയാൻ പോകുന്നത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്കാറസിനും സെർസിനുമുള്ള ഒരു ലവ് സ്റ്റോറി ബേസ് ചെയ്യുന്ന ഒരു കഥയാണ്. ആൻഡ് ഇതിൽ ഡ്രേക്ക് എന്ന് പറയുന്ന ആളാണ് വില്ലനായിട്ട് വരുന്നത് പറയുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എറ്റർണൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മാർവലിൽ നിന്ന് വരാൻ പോകുന്ന ഒരു മൂവി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് 2. ആൻഡ് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇത് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടിയാണ് ഡോക്ടർ സ്ട്രേഞ്ച് 2. ആൻഡ് നിങ്ങളുടെ ഡോക്ടർ സ്ട്രേഞ്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ നമ്മളുടെ മോർഡെക്സ് അദ്ദേഹം എല്ലാവരെയും കൊല്ലാൻ പോകുന്നു, നമ്മുടെ സോസറർ സുപ്രീമിനെല്ലാം കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ഇതിലൊരു വില്ലനായിട്ട് വരുന്നുണ്ട്. മേജറായിട്ട് 3 വില്ലന്മാർ ഡോക്ടർ സ്ട്രേഞ്ച് 2ന്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൈറ്റ് മാൻ എന്നൊരു വില്ലനെയും കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു. ഏകദേശം നമ്മളുടെ ഡോർമോമോ പോലൊരു ക്യാരക്ടറാണ് നൈറ്റ് മാൻ എന്നാണ് ഞാൻ അറിഞ്ഞത് വെച്ച് മനസ്സിലാക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ നെയ്മർ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാർവലിന്റെ അക്വാമാൻ എന്ന് പറയാം. ആൻഡ് നെയ്മർ ഈ മൂവിക്കകത്ത് വില്ലനായിട്ട് അപ്പിയർ ചെയ്യും. ആൻഡ് അതിനുശേഷം ഒരു ഹീറോ ആയിട്ട് മാറും എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡോക്ടർ സ്ട്രേഞ്ച് 2 അത് കൺഫേം ചെയ്ത ഒരു മൂവി ലിസ്റ്റിൻ്റെ അകത്തുണ്ട്. മാർവലിൻ്റെ നിന്ന് അടുത്ത വരാൻ പോകുന്ന മൂവി ലിസ്റ്റിൽ നമ്മളുടെ ഡോക്ടർ സ്ട്രേഞ്ച് 2 ഉണ്ട്.
ആൻഡ് അതിനുശേഷം വരാൻ പോകുന്ന മൂവി ഏതാണെന്ന് നോക്കിയാണെങ്കിൽ ബ്ലാക്ക് പാന്തർ 2 നോക്കുകയാണെങ്കിൽ നമ്മളെ മാർവലിൽ നിന്ന് മോസ്റ്റ് എന്താ പറയുക അവാർഡ്സ് ഒക്കെ വിൻ ചെയ്ത ഒരു മൂവിയാണ് ബ്ലാക്ക് പാന്തർ. അത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക MAB റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഒരുപാട് കിട്ടിയിരുന്ന ഒരു മൂവിയാണ്. ആൻഡ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവി കൂടിയാണ്. മാർവലിൻ്റെ സൈഡിൽ നിന്ന് വളരെ വലിയൊരു കളക്ഷനൊക്കെ നേടിയ മൂവിയാണ്. നോക്കുകയാണെങ്കിൽ 3 ഓസ്കാർ അവാർഡ് തന്നെ വാങ്ങിച്ചൊരു മൂവിയാണ്. ആൻഡ് അതിന് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പാർട്ട് വരും. അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ ഇതിനു മുമ്പ് കഥ എഴുതിയ ആൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നടക്കുന്നത് പറയുന്നുണ്ട്. അതായത് സ്റ്റോറിയൊക്കെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. ആൻഡ് മേജറായിട്ട് ഇത് കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ. കാരണം നമ്മളെ ബ്ലാക്ക് പാന്തറിന് ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു വില്ലൻ ഇല്ല. നമ്മളെ കിൽമോങ്ങറിനെ ഫസ്റ്റ് പാർട്ട് ഇതിനെ കൊന്നു കളഞ്ഞു. ആൻഡ് ബ്ലാക്ക് പാന്തറിന് ഈക്വലായിട്ട് വരുന്ന ഒരു വില്ലനെ ഇതുവരെ കോമിക്സിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മേ ബി നമ്മുടെ ഡോക്ടർ ഡൂം ഒക്കെ ഇതിലത് വരുമെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഫോക്സിനെ നമ്മുടെ ഡിസ്നി വാങ്ങിച്ചു. ആൻഡ് അങ്ങനെ ഒരു ഇത് വെച്ച് നമ്മുടെ ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു ചാൻസ് മാത്രമാണ്. എന്തായാലും ബ്ലാക്ക് പാന്തർ 2 വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഷാങ്-ഷി എന്നൊരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഏഷ്യൻ ബേസ്ഡ് ക്യാരക്ടർ മാർവലിൽ ആക്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഈ ക്യാരക്ടറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബ്രൂസ്ലി പോലത്തെ ഒരു ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഏഷ്യൻ ബേസ്ഡ് ക്യാരക്ടറാണ്. ഏഷ്യൻ ബേസ്ഡ് സൂപ്പർ ഹീറോ ആണ്. നമ്മുടെ മാർവലിലെ ഫസ്റ്റ് ഏഷ്യൻ ബേസ്ഡ് സൂപ്പർ ഹീറോ ആയിരിക്കും ഷാങ്-ഷി എന്നും പറയുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 100 മരിച്ചുപോയ യോദ്ധാക്കളുടെ ആത്മാക്കളാണ് ഇദ്ദേഹത്തിൻ്റെ അകത്തുള്ളതെന്നും പറയുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ മിസ് മാർവൽ എന്നൊരു കഥാപാത്രത്തിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും മാർവലിൻ്റെ അകത്ത്. എല്ലാവരും മിസ് മാർവൽ എന്നൊരു കഥാപാത്രം നമ്മളെ ഇന്ത്യൻ ബേസ്ഡ് കഥാപാത്രമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ ബേസ്ഡ് അല്ല, പാകിസ്ഥാനി ബേസ്ഡ് ആയിട്ടൊരു കഥാപാത്രമാണ് മിസ് മാർവൽ. അപ്പോൾ ഏഷ്യൻ ബേസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ നമുക്ക് മാർവൽ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും ഷാങ്-ഷി എന്നൊരു ക്യാരക്ടറിലോട് കൂടി. ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഷാങ്-ഷിയെ കുറിച്ച് അറിയത്തില്ല. തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് ഷാങ്-ഷിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നതും ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മൂവി ഏതാണെന്ന് നോക്കാം, നമ്മുടെ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി വോളിയം 3 നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി വോളിയം 2 ശേഷം തന്നെ കഥയൊക്കെ എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിരുന്നതാണ്. പക്ഷേ നമ്മളെ ഡിസ്നി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജെയിംസ് ഗണ്ണിനെ ഫയർ ചെയ്തു. ആൻഡ് അദ്ദേഹം നോക്കുകയാണെങ്കിൽ പിന്നെ പോയിട്ട് നമ്മളുടെ DC-യിലൂടെ ചേർന്നിട്ട് അദ്ദേഹം ഇപ്പോൾ 2 പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സൂസൈഡ് സ്ക്വാഡ്, അതുപോലെ ബ്രൈറ്റ് ബാൻ. ആൻഡ് അങ്ങനെ ഇരിക്കുക നമ്മുടെ ഡിസ്നി വീണ്ടും നമ്മളുടെ ജെയിംസ് ഗണ്ണിനെ തിരിച്ച് വിളിച്ചിട്ട് നിങ്ങൾ തന്നെ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി വോളിയം 3 എടുത്തു തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം നോക്കുകയാണെങ്കിൽ സൂസൈഡ് സ്ക്വാഡും അതുപോലെ തന്നെ ബ്രൈറ്റ് ബാൻ എന്നൊരു മൂവിയും തീർത്തതിന് ശേഷമേ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി തുടത്തുള്ളൂ. അതുപോലെ തന്നെ കഥയ്ക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കാരണം ടൈം ലൈനൊക്കെ ചെറിയ ഇറർ വന്ന് കാണും. നേരത്തെ എഴുതിയ കഥ തന്നെയാണ്. ആൻഡ് ഇങ്ങനെ താമസിക്കുന്ന നേരത്ത് മേ ബി സിനിമ 2021 റിലീസാവും എന്ന് പറയുന്നുണ്ട്. ആൻഡ് എത്രയും പെട്ടെന്ന് വന്നാൽ നല്ലതായിരിക്കും. കാരണം ഗാർഡിയൻ ഓഫ് ദി ഗാലക്സിക്ക് ഇപ്പോൾ ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അതിന് ഭയങ്കര ആൾക്കാരുടെ വെയിറ്റിംഗുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർവലിൻ്റെ അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന കൺഫേം ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ്. ആൻഡ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.